കേരള സംസ്ഥാന ചിക്കൻ വ്യാപാരി സമിതി ഏറ്റുമാനൂർ ഏരിയ കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി എസ് വിജു ഉദ്ഘാടനം ചെയ്തു. പുതിയ മുനിസിപ്പൽ മേഖലയിൽ ഇപ്പോൾ കേസ്മാർട്ട് നടപ്പിലാക്കി. അപ്പോൾ കേരളത്തിലെ 87 മുനിസിപ്പാലിറ്റിയിലും 6 കോർപ്പറേഷനുകളിലും ഒരു വ്യാപാര സ്ഥാപനത്തിൽ ലൈസൻസ് പുതുക്കണമെങ്കിൽ പുതിയ സോഫ്റ്റ്വെയർ മുഖാന്തരം കേസ്മാർട്ടിലൂടെ ലൈസൻസ് പുതുക്കാൻ കഴിയും. ഇപ്പോൾ കേസ്മാർട്ടിലൂടെ ലൈസൻസ് പുതുക്കാൻ ചെല്ലുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ലൈസൻസിൻ്റെ കോപ്പിയും നമ്മൾ അന്ന് അടച്ചിട്ടുള്ള രസീതും എല്ലാം ഹാജരാക്കുന്നതോടൊപ്പം ഒരു പുതിയ നിബന്ധന ഉൾച്ചേർത്തിട്ടുള്ളത് നമ്മൾ ഏത് സ്ഥാപനത്തിലാണ് വ്യാപാരം നടത്തുന്നത് ആ സ്ഥാപനത്തിൻ്റെ പുതിയ വാടക കരാർ ഇതിനോടൊപ്പം തന്നെ ചേർക്കണം എന്ന നിബന്ധനയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പല കെട്ടിട ഉടമകളും പുതിയ വാടക കരാർ നമുക്ക് തരാൻ വിമുഖത കാണിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. പല കാരണങ്ങൾ കൊണ്ടുണ്ട്. ചിലപ്പോൾ കാലാവധി കഴിഞ്ഞിട്ടും നമുക്ക് പുതുക്കാൻ അവർ വിസമ്മതിക്കുന്നുണ്ട്. ചില കെട്ടിട ഉടമകൾ ഇപ്പോൾ സ്ഥലത്തില്ലാത്തതിൻ്റെ ഭാഗമായി അവർ ചിലപ്പോൾ വിദേശത്തായിരിക്കും. അവർക്ക് വാടക കരാർ പുതുക്കി തരാൻ പറ്റാതെ വരും. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. ചിക്കൻ വ്യാപാരി സമിതി ഏറ്റുമാനൂർ ഏരിയ ജോയിന്റ് സെക്രട്ടറി റോയിച്ചൻ എന്നെ അധ്യക്ഷനായിരുന്നു. സമിതി കോട്ടയം ജില്ലാ സെക്രട്ടറി അബ്ദുൾ സത്താർ സംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗവും സമിതി ഏറ്റുമാനൂർ ഏരിയ സെക്രട്ടറിയുമായ എം കെ സുഗതൻ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി മഞ്ചേഷ് ടി ആർ, കമ്മിറ്റി അംഗം ജോമാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ചിക്കൻ വ്യാപാര രംഗത്ത് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്ന പുതിയ നിയമങ്ങളെക്കുറിച്ചും നിബന്ധനകളെക്കുറിച്ചും ചർച്ചകൾ നടന്നു.